അവൻ എന്തെഴുതുമ്പോഴും അവൻ എന്ത് പറയുമ്പോഴും ഒരു കവിയുടെ വാചകങ്ങൾ നിങ്ങൾ നോക്കൂ. വമാമിൻ കാതിബിൻ ഇല്ലാ സയഫ്നാ വയുബ്ഖി ദഹ്റു മാ കതബത് യദാഹു ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇൻ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു. വളരെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു വാചകമാണത്. ഏതൊരു എഴുത്തുകളും വരികളും ആ എഴുതിയ മനുഷ്യൻ അവനങ്ങ് നശിച്ചു പോകും, അവനങ്ങ് മരിച്ചു പോകും. അതേ അവസരത്തിൽ അവന്റെ കൈകൾ എഴുതിയതൊക്കെ അവിടെ ബാക്കിയുണ്ടാകും. എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയി. അവരുടെയൊക്കെ ഫേസ്ബുക്ക് ഐഡികൾ ഇന്നും സോഷ്യൽ മീഡിയകളിൽ നിലനിൽക്കുകയാണ്. നല്ലതുണ്ടെങ്കിൽ അതവിടെ ഉണ്ടാകും, ചീത്തയാണോ പകർന്നു പോയത് അതും അവിടെ ഉണ്ടാകും. ആള് മരിച്ചുപോയി, അതൊക്കെ ഇവിടെ ബാക്കിയാണ്. അതുകൊണ്ട് ഫലാ തക്തുബ് ബികഫിക ഗൈറ ശൈഇൻ, നിന്റെ കൈകൾ കൊണ്ട് നീ ഒരിക്കലും എഴുതരുത്. ഏതല്ലാതെ യസുറുക ഫിൽ ഖിയാമത്തി അൻ തറാഹു, ആളെ മഹ്ശറിൽ ചെന്നാൽ എന്റെ രേഖയിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നതല്ലാത്ത ഒന്നും ഞാൻ ഇവിടെ നിന്ന് എഴുതരുത്, പറയരുത്. വളരെ ഗൗരവത്തോടു കൂടിയാണ്. ഓരോരുത്തരുടെയും കൈകളിൽ സ്മാർട്ട് ഫോണുകളുണ്ട്. ഓരോരുത്തരും സോഷ്യൽ മീഡിയകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിയന്ത്രിക്കാൻ ആളുകളില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വമാമിൻ കാതിബിൻ ഇല്ലാ സയഫ്നാ, എല്ലാ എഴുതിയവരൊക്കെ മരിച്ചു പോകും, അതവിടെ ബാക്കിയുണ്ടാകും. പരലോക കോടതിയിൽ വരും, മുമ്പിൽ വരും. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂ, എല്ലാം കാണും അവിടെ. അതുകൊണ്ട് എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ ചോയ്സാണ് എന്നൊന്നും നെഗളിപ്പ് ആർക്കും വേണ്ട. റഹ്മാനായ റബ്ബിന്റെ കൽപ്പനയാണ്. ഓരോരുത്തരും അവനവനെ കുറിച്ച് ഭയപ്പെട്ടുകൊള്ളുക. അതാണ് അല്ലാഹ് പറയുന്നത്. സത്യവിശ്വാസികളെ, നല്ലത് പറഞ്ഞോളൂ, നല്ലത് മാത്രം പറഞ്ഞോളൂ, എങ്കിലേ നിങ്ങളെ അമല് നന്നാകൂ, പാപങ്ങൾ പൊറുക്കപ്പെടൂ, അള്ളാഹുവിന്റെ അടുക്കൽ സൗഭാഗ്യം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ജീവിച്ചാൽ വമ്പിച്ച വിജയം അവന് നേടിയെടുക്കുവാൻ സാധിക്കും.